ഹലോ, ഇറ്റ്സ് മീ ഹാജറ ജോസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ റെസ്പെക്റ്റ്, അതായത് ബഹുമാനം. ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണല്ലോ. ഇപ്പോൾ പൊതുവേ നമ്മളൊരു മുതിർന്നവർ വരുമ്പോൾ ഇപ്പം ഗേൾസ് ആണെങ്കിൽ ബോയ്സ് ആണെങ്കിൽ കാൽമ കാലിട്ടിട്ട് ഇരുന്നില്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് മാറ്റി ഇടും. അതൊരു ബേസിക് മാനേഴ്സ് ആണല്ലോ. ഓക്കെ, നമ്മളത് ചെറുപ്പം തൊട്ടേ നമ്മളെ പാരൻസ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പിന്നെന്താ അറിയുക, ആണുങ്ങളാണെങ്കിൽ മുണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചിടുക, അതായത് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചിടുക, അങ്ങനെയാണല്ലോ. അപ്പം അത് നമ്മൾ ആരും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അത് നമ്മളായിട്ട് അറിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ് ആണല്ലോ. കാരണം അത് അവർ ചിലപ്പോൾ പറയില്ല, കാരണം പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു അയവ് കേടാണ്, അതായത് നിങ്ങൾക്ക് ബുദ്ധിയില്ലായ്മയാണ്, അത് ചിലപ്പോൾ പറഞ്ഞൊന്നുമില്ല. പക്ഷേ നിങ്ങളത് തുടരുകയാണെങ്കിൽ അവരും തിരിച്ച് നിങ്ങൾക്ക് അതേ ബഹുമാനം തരൂ. ഓക്കെ, ഇപ്പം എന്താ പറയുക, ഒരു നമ്മളെക്കാളും മുതിർന്നവരാണ്, അതിപ്പോൾ ആരായിക്കോട്ടെ, അവരുടെ മുന്നിൽ മുണ്ടും മടക്കി കുത്തി നടക്കുക, പിന്നെ കാൽമ കാലിട്ടിരിക്കുക, അതൊക്കെ ഒരു മേനേഴ്സ് കേടാണ്. അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടും ചെയ്യുന്നവർ അതെങ്ങനെ ഇപ്പം മനസ്സിലാകാതെ നമുക്ക് മേനേഴ്സാണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലുള്ളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്നൊരു കുത്തുണ്ട്. പക്ഷെ എന്നാലും ഇവരൊക്കെ മുന്നിൽ ഞാൻ എന്തിനെങ്ങനെ നടക്കുന്നൊരു ചിന്ത ഉണ്ടല്ലോ, അതാണ് അഹങ്കാരം. ഓക്കെ, അപ്പം മാനേഴ്സിക്കിടയായിട്ട് നടക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പം നിങ്ങളെക്കാൾ ചെറിയവർ ചിലപ്പോൾ നിങ്ങൾക്ക് അതേ തിരിച്ചു തരും. നിങ്ങളെന്താണോ മുതിർന്നവർക്ക് കൊടുക്കുന്നത്, നിങ്ങളെക്കാൾ ചെറിയവർ അവർ നിങ്ങൾക്ക് അതേ തരും. അപ്പം മാനേഴ്സ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ നമ്മളാകെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ചെറുപ്പത്തിൽ നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന് നമ്മൾ ബഹുമാനിക്കേണ്ടത് മുതിർന്നവരെ എന്നുള്ള അതൊരു ഇതാണ്, ക്വാളിറ്റിയാണ്. ഓക്കെ, അത് സ്വയം നഷ്ടപ്പെടുത്തരുത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്നതാണ് അവസാനിക്കുന്നത്. താങ്ക് യു.